നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മുടെ ചുറ്റും നെഗറ്റീവ് പറയുന്ന ആൾക്കാരെ കൂടുതൽ. നിന്നെ കൊണ്ട് പറ്റില്ല, നീ നേരിയാവില്ല, നീ ഒരു അസത്താണ്. അങ്ങനെ നമ്മളിങ്ങനെ തരം താഴ്ത്തി ഡീഗ്രേഡ് ചെയ്ത് നമ്മുടെ ഒരു ക്വാളിറ്റിയിൽ അംഗീകരിക്കില്ല, അപ്രീഷിയേറ്റ് ചെയ്യില്ല. ഇതാണ് ഭൂരിപക്ഷം പേര് നമ്മുടെ ചുറ്റിൽ. പക്ഷേ നിങ്ങൾ ഓർക്കണം, എത്ര ഇരുട്ടുള്ള റൂമിൽ ഒരു ചെറിയ മെഴുതി കത്തിച്ച് കഴിഞ്ഞാൽ പ്രകാശം അവിടെ നിൽക്കും. ഇരുട്ട് പോയേ പറ്റൂ. ഒരിക്കലും ഇരുട്ടിന് പ്രകാശം മുമ്പിൽ പിടിച്ചേക്കാൻ പറ്റില്ല. അത് പ്രപഞ്ച സത്യമാണ്, തത്വമാണ്. ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ പോസിറ്റീവ് ആവുക. എത്ര നെഗറ്റീവ് ആൾക്കാർ ചുറ്റും വന്നാലും ഒരു വെട്ടങ്ങടെ വെട്ടവരാണ്. അവരെ മാറ്റി ആ വെട്ടെന്ന് പറഞ്ഞാൽ ഈ മൈനസിനെ ഒരു വര വരച്ചാൽ അത് പോസിറ്റീവാക്കി എടുക്കാൻ പറ്റും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ ലൈഫിൽ ഞാൻ 99% ഞാൻ പോസിറ്റീവാണ്. ഞാൻ 1% നെഗറ്റീവായിട്ടുള്ള എൻ്റെ ബ്ലഡ് നെഗറ്റീവായി, അതും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ നിങ്ങൾ പറയത്തുള്ളൂ, ജീവിതത്തിൽ ഞാൻ വിജയിച്ചത് ഒരൊറ്റ ക്വാളിറ്റി കൊണ്ടാണ്, ബി പോസിറ്റീവ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മുടെ ചുറ്റും നെഗറ്റീവ് പറയുന്ന ആൾക്കാരെ കൂടുതൽ. നിന്നെ കൊണ്ട് പറ്റില്ല, നീ നേരിയാവില്ല, നീ ഒരു അസത്താണ്. അങ്ങനെ നമ്മളിങ്ങനെ തരം താഴ്ത്തി ഡീഗ്രേഡ് ചെയ്ത് നമ്മുടെ ഒരു ക്വാളിറ്റിയിൽ അംഗീകരിക്കില്ല, അപ്രീഷിയേറ്റ് ചെയ്യില്ല. ഇതാണ് ഭൂരിപക്ഷം പേര് നമ്മുടെ ചുറ്റിൽ. പക്ഷേ നിങ്ങളൊന്ന് ഓർക്കണം, എത്ര ഇരുട്ടുള്ള റൂമിൽ ഒരു ചെറിയ മെഴുതി കത്തിച്ച് കഴിഞ്ഞാൽ പ്രകാശം അവിടെ നിൽക്കും. ഇരുട്ട് പോയേ പറ്റൂ. ഒരിക്കലും ഇരുട്ടിന് പ്രകാശം മുമ്പിൽ പിടിച്ചേക്കാൻ പറ്റില്ല. അത് പ്രപഞ്ച സത്യമാണ്, തത്വമാണ്. ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ പോസിറ്റീവ് ആവുക. എത്ര നെഗറ്റീവ് ആൾക്കാർ ചുറ്റും വന്നാലും ഒരു വെട്ടങ്ങടെ വെട്ടവരാണ്. അവരെ മാറ്റി ആ വെട്ടെന്ന് പറഞ്ഞാൽ ഈ മൈനസിനെ ഒരു വര വരച്ചാൽ അത് പോസിറ്റീവാക്കി എടുക്കാൻ പറ്റും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ ലൈഫിൽ ഞാൻ 99% ഞാൻ പോസിറ്റീവാണ്. ഞാൻ 1% നെഗറ്റീവായിട്ടുള്ള എൻ്റെ ബ്ലഡ് നെഗറ്റീവായി, അതും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ നിങ്ങൾ പറയത്തുള്ളൂ, ജീവിതത്തിൽ ഞാൻ വിജയിച്ചത് ഒരൊറ്റ ക്വാളിറ്റി കൊണ്ടാണ്, ബി പോസിറ്റീവ്.